JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുള്ളൂ. 2023 PSC പരീക്ഷയിൽ വന്നിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്, കമ്പ്യൂട്ടറിന്റെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. PSC പരീക്ഷകളിലെല്ലാം തന്നെ ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കമ്പ്യൂട്ടറിന്റെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന്റെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കൺസിഡർ ദ ഫോളോയിങ് പെയേഴ്സ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ്ലി മാച്ച്ഡ്. ഇനി പറയുന്ന ജോഡികൾ പരിഗണിക്കുക. ഇനി പറയുന്നവയിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത്? അതായത് ഈ താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ സി ആണ് തെറ്റായിട്ട് പൊരുത്തപ്പെട്ടത്. DVD പ്രൈമറി മെമ്മറി. അതായത് DVD വലിയ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനുകൾ സംഭരിക്കുന്നതിന് സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു റീഡ് ഒൺലി ഡിജിറ്റൽ വേർസ്റ്റൈൽ ഡിസ്ക് ആണ്. ഡിജിറ്റൽ വേർസ്റ്റൈൽ ഡിസ്ക്, റീഡ് ഒൺലി മെമ്മറി. അടുത്ത ക്വസ്റ്റ്യൻ, OLED monitors stands for. OLED monitors stands for. OLED മോണിറ്ററുകൾ സൂചിപ്പിക്കുന്നത് എന്താണ്? ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അടുത്ത ക്വസ്റ്റ്യൻ, some functions in a computer system are given below. First one process management, second one memory management, third one device management, fourth one file management. Identify which of the above functions are the functions of an operating system. അതായത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ ചില പ്രവർത്തനങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. അതാണ് ഏതൊക്കെയാണ്? ഒന്ന് പ്രോസസ് മാനേജ്മെന്റ്, രണ്ട് മെമ്മറി മാനേജ്മെന്റ്, മൂന്ന് ഡിവൈസ് മാനേജ്മെന്റ്, നാല് ഫയൽ മാനേജ്മെന്റ്. മേൽപ്പറഞ്ഞ പ്രവർത്തനങ്ങളിൽ ഏതൊക്കെയാണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രവർത്തനങ്ങൾ എന്ന് തിരിച്ചറിയുക. ഏതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രവർത്തനങ്ങൾ എന്ന് തിരിച്ചറിയുക. ഏതൊക്കെയാണ്? എല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രവർത്തനങ്ങളാണ്. ഓൾ ദ എബവ്. ഫസ്റ്റ് വൺ പ്രോസസ് മാനേജ്മെന്റ്, രണ്ട് മെമ്മറി മാനേജ്മെന്റ്, മൂന്ന് ഡിവൈസ് മാനേജ്മെന്റ്, നാല് ഫയൽ മാനേജ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ്ലി മാച്ച്ഡ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ്ലി മാച്ച്ഡ്. അതായത് ഇനി പറയുന്നവയിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത്? ഏതാണ് തെറ്റായിട്ട് പൊരുത്തപ്പെട്ടത്? ഓപ്ഷൻ ഡി ആണ് തെറ്റായി പൊരുത്തപ്പെട്ടത്. 1 PB ഈസ് ഈക്വൽ ടു 1024 GB. അപ്പോൾ 1 പെട്രാബൈറ്റ് ഈസ് ഈക്വൽ ടു 1024 ടെറാബൈറ്റ്സ് എന്നാണ് വേണ്ടത്. അത് തെറ്റായിട്ട് റോങ്ലി മാച്ച്ഡ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1 PB ഈസ് ഈക്വൽ ടു 1024 GB എന്നുള്ളതാണ്. അതാണ് തെറ്റായിട്ട് പൊരുത്തപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following statement is correct about the memory units of a computer? First one, memory that communicate directly with the CPU is called main memory. Second one, CPU has direct access to auxiliary memory. Third one, CPU has direct access to cache memory. അപ്പോൾ എന്താണ് ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? കമ്പ്യൂട്ടറിന്റെ മെമ്മറി യൂണിറ്റുകളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 1 and 3 only, ഓപ്ഷൻ സി 2 and 3 only, ഓപ്ഷൻ ഡി all the above 1, 2 and 3. ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. 1 and 3 only. 1 and 3 only. 1 ഏതാണ്? മെമ്മറി ദാറ്റ് കമ്മ്യൂണിക്കേറ്റ് ഡയറക്ട്ലി വിത്ത് ദ CPU is called main memory. തേർഡ് വൺ ഏതാണ്? CPU has direct access to cache memory. 1 and 3 only. അടുത്ത ക്വസ്റ്റ്യൻ, in an email the section CC stands for. In an email the section CC stands for. അതായത് ഒരു ഇമെയിലില്
CC എന്ന വിഭാഗം സൂചിപ്പിക്കുന്നത് എന്താണ്? കാർബൺ കോപ്പി. എന്താണ് സൂചിപ്പിക്കുന്നത്? കാർബൺ കോപ്പി. അടുത്ത ക്വസ്റ്റ്യൻ. Which among the following is not an input device? അതായത് ഇനി പറയുന്നതിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം അല്ലാത്തത്? ഏതാണ്? ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ. ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ. Two statements are given below. രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, in an internet forum each discussion on a topic is called thread. Second statement ഏതാണ്? Twitter.com is a popular micro blogging site which allow user to exchange short sentences, images or videos, etc. Which of the above statement is are correct about social media? അതായത് സ്റ്റേറ്റ്മെന്റ് ഒന്ന് എന്താണ്? ഒന്ന്, ഒരു ഇന്റർനെറ്റ് ഫോറത്തിന്റെ ഒരു വിഷയത്തെ കുറിച്ചുള്ള ഓരോ ചർച്ചയും ത്രെഡ് എന്ന് വിളിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? Twitter.com എന്നത് ഉപയോക്താക്കൾക്ക് ചെറിയ വാചകങ്ങൾ, ചിത്രങ്ങൾ അല്ലെങ്കിൽ വീഡിയോകൾ മുതലായവ കൈമാറാൻ അനുവദിക്കുന്ന ഒരു ജനപ്രിയ മൈക്രോ ബ്ലോഗിംഗ് സൈറ്റ് ആണ്. സോഷ്യൽ മീഡിയയെ കുറിച്ച് മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ശരി ഏതാണ്? ഏതാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ടു സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൺ ബിലോ. അത് രണ്ട് സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു. അപ്പോൾ വിച്ച് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് സോഷ്യൽ മീഡിയ? സോഷ്യൽ മീഡിയയെ കുറിച്ച് മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ബോത്ത് 1 and 2 രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരിയായിട്ടുള്ളതാണ്. എന്താണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്? എന്താണ്? ഒരു ഇന്റർനെറ്റ് ഫോറത്തിന്റെ ഒരു വിഷയത്തെ കുറിച്ചുള്ള ഓരോ ചർച്ചയെയും ത്രെഡ് എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? Twitter.com എന്നത് ഉപയോക്താക്കൾക്ക് ചെറിയ വാചകങ്ങള്, ചിത്രങ്ങൾ അല്ലെങ്കിൽ വീഡിയോകൾ മുതലായവ കൈമാറാൻ അനുവദിക്കുന്ന ഒരു ജനപ്രിയ മൈക്രോ ബ്ലോഗിംഗ് സൈറ്റ് ആണ്. അപ്പോൾ രണ്ടും ബോത്ത് 1 and 2 ആർ കറക്റ്റ് അബൌട്ട് സോഷ്യൽ മീഡിയ. അടുത്ത ക്വസ്റ്റ്യൻ. Which among the following is not a web browser? അതായത് ഇനി പറയുന്നവയിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഗൂഗിൾ. വെബ് ബ്രൗസർ അല്ലാത്തത്. Which among the following is not a web browser? Google. അടുത്ത ക്വസ്റ്റ്യൻ. One of the most popular web search engine site is. അതായത് ഈ ഏറ്റവും ജനപ്രിയ വെബ് സെർച്ച് എഞ്ചിൻ സൈറ്റുകളിൽ ഒന്ന് ഏതാണ്? Bing. ഏതാണ്? One of the most popular web search engine site is Bing. അടുത്ത ക്വസ്റ്റ്യൻ. Some statements about Unicode are given below. അതായത് യൂണിക്കോഡിനെ കുറിച്ചുള്ള ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. ഫസ്റ്റ് വൺ, യൂണിക്കോഡ് ഈസ് ഡെവലപ്ഡ് ആൻഡ് മെയിൻറ്റൈൻഡ് ബൈ യാഹൂ. സെക്കൻഡ് വൺ, യൂണിക്കോഡ് ക്യാൻ റെപ്രസെന്റ് ഓൾ ക്യാരക്ടേഴ്സ് റിട്ടേൺ ഇൻ ഓൾ ലാംഗ്വേജസ് ഓഫ് ദ വേൾഡ്. തേർഡ് വൺ, എ 16-bit യൂണിക്കോഡ് ക്യാൻ റെപ്രസെന്റ് അപ് ടു 65,536 characters. Which of the above statement are false? അതായത് മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ only 1 is false. ഓപ്ഷൻ ബി only 3 is false. ഓപ്ഷൻ സി both 1 and 3 are false. ഓപ്ഷൻ ഡി none of the above statement are false. ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. only 1 is false. അതായത് യൂണിക്കോഡ് വികസിപ്പിച്ചതും പരിപാലിക്കുന്നതും യാഹൂ ആണ്. അതാണ് false ആയിട്ടുള്ള the above statement is are false. First one, only 1 is false. Unicode is developed and maintained by Yahoo. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following statement is are correct? അതായത് ഇനി പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? First one, viruses, Trojan horses and worms are all examples of malware. Second one, antivirus software scans the files and detect the malicious software. Third one, quarantine is a special area for storing files probably infected with the viruses. അപ്പോൾ ഈ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ്? 3 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓൾ ദ എബോവ് 3 സ്റ്റേറ്റ്മെന്റുകളും ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ 3 സ്റ്റേറ്റ്മെന്റുകളും ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? വൈറസുകള്, ട്രോജൻ ഹോഴ്സസ്, വിരകള് എന്നിവയെല്ലാം ക്ഷുദ്ര വയറിന്റെ ഉദാഹരണങ്ങളാണ്. സെക്കൻഡ് വൺ, രണ്ടാമത്തെ എന്താണ് പറയുന്നത്? ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഫയലുകൾ സ്കാൻ ചെയ്യുകയും ക്ഷുദ്രകരമായ സോഫ്റ്റ്വെയർ കണ്ടെത്തുകയും ചെയ്യുന്നു. മൂന്നാമത്തെ എന്താണ്? വൈറസ് ബാധിച്ചേക്കാവുന്ന ഫയലുകൾ സൂക്ഷിക്കുന്നതിനുള്ള ഒരു പ്രത്യേക മേഖലയാണ് ക്വാറന്റൈൻ. അപ്പോൾ 3ഉം ശരിയായിട്ട് ഉള്ളതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് എന്ന് വെച്ചാൽ ഏതാണ്? 3 സ്റ്റേറ്റ്മെന്റുകളും ശരിയായിട്ടുള്ളതാണ്. ഓൾ ദ എബവ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. സെലക്ട് ആൻ MS Word ഡോക്യുമെന്റ് ഫയൽ ഫ്രം ദ ഫോളോയിങ്. അതായത് ഇനി പറയുന്ന വരുന്ന ഒരു MS Word ഡോക്യുമെന്റ് ഫയൽ തിരഞ്ഞെടുക്കുക. ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. താജ്മഹൽ ഡോട്ട് docx. താജ്മഹൽ ഡോട്ട് docx. അടുത്ത ക്വസ്റ്റ്യൻ. In an MS Word 2007 document, the functional key F7 is used for. അതായത് ഒരു MS Word 2007 പ്രമാണത്തില് F7 എന്ന ഫങ്ഷണൽ കീ ഉപയോഗിക്കുന്നു. എന്തിനാണ്? സ്പെൽ ചെക്ക്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്പെൽ ചെക്കിന് വേണ്ടിയിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ. In an MS Word 2007 software, first one, smallest default font size is equal to 8. Second one, largest default font size is equal to 78. Select the correct option. അതായത് ഒരു MS Word സോഫ്റ്റ്വെയറിൽ ഫസ്റ്റ് വൺ, ഏറ്റവും ചെറിയ ഡിഫോൾട്ട് ഫോണ്ട് വലിപ്പം 8 ആണ്. ഏറ്റവും വലിയ ഡിഫോൾട്ട് ഫോണ്ട് വലിപ്പം 78 ആണ്. അപ്പോൾ സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് കറക്റ്റ് ആയുള്ള ഓപ്ഷൻ ഏതാണെന്നാണ് ശരിയായിരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1 ഈസ് ട്രൂ and second is false. Option B 1 is false and second is true. Third option C both 1 and 2 are true. Option D both 1 and 2 are false. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1 is true and second is false. 1 is true, അതായത് smallest default font size is equal to 8 is true and second is false. Largest default font size is equal to 8. Largest default font size is equal to 78 is false. Other question. In order to change the alignment of a paragraph into center alignment in an MS Word 2007 document, we execute dash. അതായത് ഒരു MS Word 2007 ഒരു കണ്ണികയുടെ അലൈൻമെന്റ് സെന്റർ അലൈൻമെന്റിലേക്ക് മാറ്റുന്നതിന് ഞങ്ങൾ നടപ്പിലാക്കുന്ന പ്രമാണം ഏതാണ്? Ctrl+E. Ctrl+E. അടുത്ത ക്വസ്റ്റ്യൻ. Which one of the following is correctly matched? അതായത് ഒരു MS Word 2007 കണ്ണികയില് കറക്റ്റ് ആയിട്ടുള്ള ഒരു വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്. അതായത് ഇതിന്റെ അകത്ത് താഴെ കൊടുത്തിരിക്കുന്ന ഷോർട്ട് കട്ട് കീ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ഓപ്പറേഷൻ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അകത്ത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നത് ഏതാണെന്നാണ്, കറക്റ്റ്ലി മാച്ച്ഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? Ctrl+A to paste, Ctrl+X redo at the last action. Option C Ctrl+Z undo the last action. Option D Ctrl+C to cut. ഏതാണ് കറക്റ്റ് ആയിട്ട്? which one of the following is correctly matched? ഏതാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നത്. Ctrl+Z is equal to undo the last action. അടുത്ത ക്വസ്റ്റ്യൻ. While creating a drop cap in paragraph in an MS Word 2007, the maximum number of lines can be set up to drop cap and the maximum distance from the text respectively are. അതായത് ഒരു MS Word 2007 ഒരു കണ്ണികയിലെ ഒരു ഡ്രോപ്പ് ക്യാപ്പ് സൃഷ്ടിക്കുമ്പോൾ ഡ്രോപ്പ് ക്യാപ്പിനായി പരമാവധി എണ്ണം വരികളും ടെക്സ്റ്റിൽ നിന്നുള്ള പരമാവധി ദൂരവും യഥാക്രമം സജ്ജീകരിക്കാം. എങ്ങനെ? ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 10 lines and 22 inches. 10 lines and 22 inches. അടുത്ത ക്വസ്റ്റ്യൻ. The page layout tag contains page breaks. Which among the following are not section breaks in an MS Word 2007 document? അതായത്
പേജ് ലേഔട്ട് ടാഗിൽ പേജ് ബ്രേക്കുകൾ അടങ്ങിയിരിക്കുന്നു. ഇനി പറയുന്നവയിൽ ഏതാണ് അല്ലാത്ത വിഭാഗം ഒരു MS Word 2007 ഡോക്യുമെന്റിൽ തകരാറുണ്ടോ? ഫസ്റ്റ് വൺ കോളം, സെക്കൻഡ് വൺ ടെക്സ്റ്റ് റാപ്പിംഗ്, തേർഡ് വൺ ഈവൻ പേജ്, ഫോർത്ത് വൺ കണ്ടിന്യൂസ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ, ബി, സി, ഡി ഉണ്ട്. ഓപ്ഷൻ എ 1 and 2 only. ഓപ്ഷൻ ബി 1, 3 and 4 only. ഓപ്ഷൻ സി 3 and 4 only. ഓപ്ഷൻ ഡി all the above 1, 2, 3 and 4. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1 and 2 only. 1 and 2 only. ഏതൊക്കെയാണ്? കോളം ആൻഡ് ടെക്സ്റ്റ് റാപ്പിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ. Page borders add or change the border around a page. Page borders option in an MS Word 2007 is present in dash. അതായത് പേജ് ബോർഡറുകൾ ഒരു പേജിന് ചുറ്റുമുള്ള ബോർഡർ ചേർക്കുകയോ മാറ്റുകയോ ചെയ്യുന്നു. ഒരു MS Wordൽ പേജ് ബോർഡറുകൾ ഓപ്ഷൻ 2007 നിലവിലുണ്ട്. ഏതാണത്? ഓപ്ഷൻ സി ആണ്, പേജ് ലേഔട്ട് ടാഗ്. Page borders add or change the border around a page. Page borders option in an MS Word 2007 is present in a page layout tag. The following are the steps for inserting footnote in an MS Word 2000 document, but the steps are not in the proper order. അതായത് ഒരു MS Word 2007 ഡോക്യുമെന്റിൽ അടിക്കുറിപ്പ് ചേർക്കുന്നതിനുള്ള ഘട്ടങ്ങൾ ഇനി പറയുന്നവയാണ്. എന്നാൽ അതിന്റെ നടപടിക്രമങ്ങൾ ശരിയായ ക്രമത്തിലല്ല. അത് തെറ്റായിട്ടാണ് അതിന്റെ നടപടിക്രമങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതിന്റെ ശരിയായിട്ടുള്ള നടപടിക്രമങ്ങൾ താഴെ പറയുന്ന ഓപ്ഷനാണ്. സെലക്ട് ദ കറക്റ്റ് ഓർഡർ ഫോർ ഇൻസേർട്ടിംഗ് ഫുട് നോട്ട്. ഏതാണ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഓർഡർ കറക്റ്റ് ആയിട്ട് ഏതാണ്? ഓർഡർ 3, 2, 4, 1 is correct. Order 3 ഏതാണ്? Place the cursor on the last letter of the word where the footnote refer to. 3 കഴിഞ്ഞ് ഏതാണ് വേണ്ടത്? 2. On reference tab click insert footnote. അതിനുശേഷം ഏതാണ് വേണ്ടത്? 4. A footnote number will appear on the last part of the page. അതിനുശേഷം ഏതാണ് വേണ്ടത്? 1. Type the text notes at the end part of the page. അപ്പോൾ ഇങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ. ഏതൊക്കെയാണ്? 3, 2, 4, 1 is correct. അടുത്ത ക്വസ്റ്റ്യൻ. Two statements are given below about mail merge. അതായത് രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ മെയിൽ മെർജിനെ കുറിച്ച് താഴെ നൽകിയിരിക്കുന്നു. ഫസ്റ്റ് വൺ, മെയിൽ മെർജ് help us to send a personalized email message to different recipients at the same time. Statement 2, mail merge helps us to print addressed envelope for group mailing. Which of the above statement are true false about the mail merge? ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ബോത്ത് 1 and 2 are true. ബോത്ത് 1 and 2 are correct. ബോത്ത് 1 and 2 are true. അടുത്ത ക്വസ്റ്റ്യൻ. In an MS Word 2007 document, outline view help us to. അതായത് ഒരു MS Word 2000 ഡോക്യുമെന്റിൽ ഔട്ട്ലൈൻ വ്യൂ ഇനി പറയുന്നത് ചെയ്യാൻ സഹായിക്കുന്നു. എന്ത് ചെയ്യാനാണ് സഹായിക്കുന്നത്? വ്യൂ ദ ഡോക്യുമെന്റ് ആസ് ആൻ ഔട്ട്ലൈൻ ആൻഡ് ഷോസ് ദ ഔട്ട്ലൈനിങ് ടൂൾസ്. വ്യൂ ദ ഡോക്യുമെന്റ് ആസ് ആൻ ഔട്ട്ലൈൻ ആൻഡ് ഷോസ് ദ ഔട്ട്ലൈനിങ് ടൂൾസ്. അടുത്ത ക്വസ്റ്റ്യൻ. Press Ctrl+C and Ctrl+V respectively in a keyboard on a selected text in an MS Word document 2007 results. അതായത് ഒരു MS Word ഡോക്യുമെന്റ് 2007 ഫലങ്ങളിൽ തിരഞ്ഞെടുത്ത വാചകങ്ങളിൽ ഒരു കീബോർഡിൽ യഥാക്രമം Ctrl+C, Ctrl+V എന്നിവ അമർത്തുക. എന്താണ്? ഓപ്ഷൻ സി ആണ്, കോപ്പി ആൻഡ് പേസ്റ്റ് ദ ടെക്സ്റ്റ്. കോപ്പി ആൻഡ് പേസ്റ്റ് ദ ടെക്സ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. Following are the steps for zoom in and zoom out respectively in MS Excel. In an MS Excel 2007 work,
വർക്ക്ഷീറ്റ് ബട്ട് ദ സ്റ്റെപ്സ് ആർ നോട്ട് ഇൻ ദ പ്രോപ്പർ ഓർഡർ. അതായത് ഒരു MSXL 2007 വർക്ക്ഷീറ്റിൽ യഥാക്രമം സൂം ഇൻ ചെയ്യുന്നതിനും സൂം ഔട്ട് ചെയ്യുന്നതിനുമുള്ള ഘട്ടങ്ങൾ ഇനി പറയുന്നവയാണ്. എന്നാൽ ഘട്ടങ്ങൾ ശരിയായ ക്രമത്തിലല്ല നൽകിയിരിക്കുന്നത്. അത് നമ്മൾ ശരിയായ ക്രമത്തിൽ എങ്ങനെയാണെന്നുള്ളതാണ് ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 4 ഘട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനകത്ത് ശരിയായ ഘട്ടം ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഏതാണ് ഓർഡർ? ഏതാണ്? 3 ഏതാണ്? ലൊക്കേറ്റ് ദ സൂം ബാർ ഇൻ ദ ബോട്ടം റൈറ്റ് കോർണർ. സെക്കൻഡ് വൺ ഏതാണ്? 3 കഴിഞ്ഞ് 1 ആണ്. അതായത് ക്ലിക്ക് ദ സ്ലൈഡർ. അത് കഴിഞ്ഞു 4 ഡ്രാഗ് ദ സ്ലൈഡർ ടു ദ റൈറ്റ് ടു സൂം ഇൻ. അതിനുശേഷം ഏതാണ് വേണ്ടത്? 2 ഏതാണ്? ഡ്രാഗ് ദ സ്ലൈഡർ ടു ദ ലെഫ്റ്റ് ടു സൂം ഔട്ട്. അപ്പോൾ ഓർഡർ 3 1 4 2 is correct. Order 3 1 4 2 is correct. The formula function sum H3 is to H35 in an MSXL 2007 gives. അതായത് ഒരു MSXL 2007 ഫോർമുല ഫംഗ്ഷൻ സം H3 is to H35 നൽകുന്നു. എന്താ നൽകുന്നത്? The sum of the ranges of cells from H3 to H35. Which one of the following statement is false related to a chart tool in an MSXL 2007? Question ശ്രദ്ധിക്കണം. ഒരു MSXL 2007 ഒരു ചാർട്ട് ടൂളുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത്? ഏതാണ് തെറ്റ്? ഓപ്ഷൻ ബി ആണ് തെറ്റ്. ദ ചാർട്ട് ടൂൾ ഡു നോട്ട് കണ്ടെയ്ൻ ഡിസൈൻ, ലേഔട്ട് ആൻഡ് ഫോർമാറ്റ് ടാബ്സ്. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് command is located in which one of the following group in an MSXL 2007 software? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? ഒരു MSXL 2007 സോഫ്റ്റ്വെയറിലെ ഇനി പറയുന്ന ഗ്രൂപ്പുകളിൽ ഒന്നില് സ്വാഭാവിക ഫോർമാറ്റിംഗ് കമാൻഡ് സ്ഥിതി ചെയ്യുന്നു. ഏതിലാണ്? സ്റ്റൈൽസ്. അടുത്ത ക്വസ്റ്റ്യൻ. MIN function in an MSXL 2007 is used for. അതായത് ഒരു MSXL 2007 MIN ഫംഗ്ഷൻ ഇതിനായി ഉപയോഗിക്കുന്നു. എന്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്? ഫൈൻഡിങ് മിനിമം വാല്യൂ. എന്തിനായിട്ടാണ്? ഫൈൻഡിങ് മിനിമം വാല്യൂ. Which function will you use to return the current date and time formatted as a date and time in a cell in a MSXL 2007 worksheet? Question ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? ഒരു MSXL 2007 വർക്ക്ഷീറ്റിലെ ഒരു സെല്ലിലെ തീയതിയും സമയവുമായി ഫോർമാറ്റ് ചെയ്ത നിലവിലെ തീയതിയും സമയവും നൽകുന്നതിന് നിങ്ങൾ ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കാം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നൗ. NOW ഫംഗ്ഷൻ ഉപയോഗിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. A formula is an expression which operates on values in a range of cells in a worksheet. All formulas in an MSXL 2007 worksheet starts with dash. എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? ഒരു വർക്ക്ഷീറ്റിലെ സെല്ലുകളുടെ ശ്രേണിയിലെ മൂല്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു പദപ്രയോഗമാണ് ഫോർമുല. ഒരു MSXL 2007 വർക്ക്ഷീറ്റിലെ എല്ലാ ഫോർമുലകളും ആരംഭിക്കുന്നത് ഏതിലാണ്? ഈക്വൽ സൈൻ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. പല പരീക്ഷകളിലും നിരന്തരമായിട്ട് ആവർത്തിക്കുന്ന ചോദ്യമാണ്. വളരെയധികം ശ്രദ്ധിക്കണം, പ്രത്യേകം നോട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ. Which among the following is not an engineering function in an MSXL 2007 worksheet? അതായത് ഇനി പറയുന്നവയിൽ ഏതാണ് MSXL 2007 വർക്ക്ഷീറ്റില് എഞ്ചിനീയറിംഗ് ഫംഗ്ഷൻ അല്ലാത്തത്? ഏതാണ്? CUBESCT. അടുത്ത ക്വസ്റ്റ്യൻ.
while you are working with the slides in an MS PowerPoint 2007 software, Control plus M performs. അതായത് നിങ്ങൾ ഒരു MS PowerPoint 2007 സോഫ്റ്റ്വെയർ സ്ലൈഡുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുമ്പോൾ കൺട്രോൾ പ്ലസ് M ഇനി പറയുന്നവ ചെയ്യുന്നു. എന്താണ് ചെയ്യുന്നത്? ആഡിങ് എ ന്യൂ സ്ലൈഡ് ഇൻ ദ slide presentation. Adding a new slide in the slide presentation. Few options in a presentation view software are given below. അതായത് ഒരു പവർ പോയിന്റ് വ്യൂ സോഫ്റ്റ്വെയറിലെ ചില വ്യൂ ഓപ്ഷനുകൾ ചുവടെ നൽകിയിരിക്കുന്നു. ഫസ്റ്റ് വൺ നോർമൽ വ്യൂ, സെക്കൻഡ് വൺ സ്ലൈഡ് സോർട്ടർ വ്യൂ, തേർഡ് വൺ notes master view, fourth one slide orientation view. Which among the above are the view options in presentation views in an MS PowerPoint 2007 software? അതായത് ഒരു MS PowerPoint 2000 സോഫ്റ്റ്വെയറിലെ അവതരണ കാഴ്ചകളില് വ്യൂ ഓപ്ഷനുകളില് മുകളിൽ പറഞ്ഞവയിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1, 2, 3 only. 1, 2, 3 only. അതായത് 1 നോർമൽ വ്യൂ, സെക്കൻഡ് വൺ ഏതാണ്? സ്ലൈഡ് സോർട്ടർ വ്യൂ, തേർഡ് വൺ ഏതാണ്? നോട്ട്സ് മാസ്റ്റർ വ്യൂ. അടുത്ത ക്വസ്റ്റ്യൻ. The functional key F5 is used in a PowerPoint presentation is to. അതായത് ഫങ്ഷണൽ കീ F5 ഒരു പവർ പോയിന്റ് അവതരണത്തിൽ ഉപയോഗിക്കുന്നത് എന്തിനാണ്? Start the slide show. എന്തിനാണ്? Start the slide show. Following are the steps to change the slide page orientation from landscape to portrait layout in an MS PowerPoint 2007 slide, but the steps are not in the proper order. ചോദ്യം ശ്രദ്ധിക്കണം. എന്താണ് ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? MS PowerPoint 2007 സ്ലൈഡില് ലാൻഡ്സ്കേപ്പിൽ നിന്ന് പോർട്രേറ്റിലെ ഔട്ട്ലേക്ക് സ്ലൈഡ് പേജ് ഓറിയന്റേഷൻ മാറ്റുന്നതിനുള്ള ഘട്ടങ്ങൾ ഇനി പറയുന്നവയാണ്. എന്നാൽ നടപടികൾ ശരിയായ ക്രമത്തിലല്ല. അത് ശരിയായ ക്രമത്തിൽ ഏത് ഓപ്ഷനാണ് ശരിയായ ക്രമത്തിലുള്ളതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഏതാണ് ശരിയായ ഓർഡറിലുള്ളത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓർഡർ 1, 2, 3 ഈസ് കറക്റ്റ്. അതായത് ഫസ്റ്റ് വൺ സെലക്ട് ഡിസൈൻ, സെക്കൻഡ് വൺ സെലക്ട് സ്ലൈഡ് ഓറിയന്റേഷൻ, third one select the portrait. Order 1, 2, 3 is correct. Question. Some file formats are given below. Which one of the following is the default file extension format of an MS PowerPoint 2007? അതായത് ചില ഫയൽ ഫോർമാറ്റുകൾ ചുവടെ നൽകിയിരിക്കുന്നു. ഒരു MS PowerPoint 2007ലെ ഡിഫോൾട്ട് ഫയൽ എക്സ്റ്റൻഷൻ ഫോർമാറ്റ് ഇനി പറയുന്നവയിൽ ഏതാണ്? .pptx. നിരവധി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ഇത് പ്രത്യേകം നോട്ട് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ. 2 statements are given below. 2 സ്റ്റേറ്റ്മെന്റുകൾ താഴെ തന്നിരിക്കുന്നു. ഫസ്റ്റ് വൺ ഏതാണ്? Inserting a chart in a presentation is to illustrate and compare data. Second one, bar chart, column chart, pie chart, line chart, area chart and surface chart, etc. are some available charts in an MS PowerPoint 2007. Which of the above statement are true, false? അതായത് ഇവിടെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരി തെറ്റ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ബോത്ത് 1 and 2 are true. Both 1 and 2 are true. ഏതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്? ഏതാണ്? ഒരു അവതരണത്തിന്റെ ഒരു ചാർട്ട് ചേർക്കുന്നത് ഡേറ്റ ചിത്രീകരിക്കാനും താരതമ്യം ചെയ്യാനുമാണ്. രണ്ടാമത്തെ ഏതാണ്? ബാർ ചാർട്ട്, കോളം ചാർട്ട്, പൈ ചാർട്ട്, ലൈൻ ചാർട്ട്, ഏരിയ ചാർട്ട്, സർഫേസ് ചാർട്ട് തുടങ്ങിയവ MS PowerPoint 2007 ലഭ്യമായ ചില ചാർട്ടുകളാണ്. അപ്പോൾ 1ഉം 2ഉം ശരിയാണ്. 1 and 2 are true. അടുത്ത ക്വസ്റ്റ്യൻ. In an MS PowerPoint 2007 software, macro is present in. അതായത് ഒരു MS PowerPoint 2007 സോഫ്റ്റ്വെയറിൽ മാക്രോ നിലവിലുണ്ട്. ഏതാണ്? വ്യൂ. എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. വ്യൂ.
in an MS PowerPoint 2007 software, macro is present in a viewer. അടുത്ത question. If you wanted to create a new PowerPoint presentation, which of the following options are you choose? അതായത് നിങ്ങളൊരു പുതിയ പവർ പോയിന്റ് അവതരണം സൃഷ്ടിക്കണമെങ്കിൽ ഇനി പറയുന്ന ഓപ്ഷനുകൾ ഏതാണ് ഓപ്ഷനുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കും? ഫസ്റ്റ് വൺ പ്രസിംഗ് കൺട്രോൾ പ്ലസ് N, സെക്കൻഡ് വൺ പ്രസിംഗ് കൺട്രോൾ പ്ലസ് M, തേർഡ് വൺ ക്ലിക്ക് ഓഫീസ് ബട്ടൺ ആൻഡ് സെലക്ട് ന്യൂ, ഫോർത്ത് വൺ ക്ലിക്ക് ഓഫീസ് ബട്ടൺ ആൻഡ് സെലക്ട് പ്രിപ്പയർ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 1 or 3. 1 or 3. 1 ഏതാണ്? പ്രസിംഗ് കൺട്രോൾ പ്ലസ് N, or 3 ഏതാണ്? ക്ലിക്ക് ഓഫീസ് ബട്ടൺ ആൻഡ് സെലക്ട് ന്യൂ. 1 or 3. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കും. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.